സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർന്നില്ല അലിയേ, മൂന്നാമതൊരു വിഭാഗം പെൺകൊടിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. മുഅല്ലഖതും ബിസദിയിഹാ മിൻ വറാഇ ലഹരിഹാ വസ്സഖൂമു യസുദ്ദു ഫീ ഹൽഖിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലിയേ, മൂന്നാമത്തെ വേറൊരു വിഭാഗം പെൺകൊടിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ രണ്ട് മാർവിടങ്ങളും പുറകോട്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അവരുടെ പിൻഭാഗത്തേക്ക് അവരുടെ മാർവിടങ്ങളെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. വയസുബ്ബു അസ്സഖൂമു ഫീ ഹൽഖിഹാ, അവരുടെ തൊണ്ടയിലേക്ക് സഖൂം എന്ന് പറയുന്ന വിഷമുള്ളടക്കമുള്ള പാനീയം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകൊടിമാർക്ക് താങ്ങാൻ കഴിയുന്നില്ല അലിയേ. നരകത്തിന്റെ തൊട്ടപ്പുറം ആ നരകത്തിൽ വേറൊരു വിഭാഗം പെൺകൊടിമാരെ എനിക്ക് കാണാൻ കഴിഞ്ഞു അലിയേ. മുഅല്ലഖതും ഖദ് ശദ്ദത് റിജ്ലാ മഅയദൈഹാ ഇലാ നാസിയതിഹാ വഖദ് സലതത് അലൈഹാ ഹയ്യാതുൻ വഅഖാരിബ്. വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെ ഞാൻ കണ്ടു അലിയേ. ആ പെൺകൊടിമാരുടെ കൈകളും കാലുകളും അവരുടെ മൂർധാവിലേക്ക് പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ആ പെണ്ണിങ്ങനെ നരകത്തിലൂടെ ഒരു ഫുട്ബോൾ പോലെ ഉരുണ്ട് കളിച്ചു കൊണ്ടിരിക്കുകയാണ് അലിയേ. ആ ഉരുണ്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണിനെ വിഷസർപ്പങ്ങൾ വന്ന് കൊത്തിപ്പറിക്കുന്നുണ്ട് അലിയേ. അവരുടെ മാംസങ്ങൾ കടിച്ചു പറിക്കുന്നുണ്ട് അലിയേ. ആ പെണ്ണിനെ അതാ വലിയ വലിയ തേളുകൾ വന്ന് കടിച്ചു പറിക്കുന്നുണ്ട് അലിയേ. ആ നരകത്തിൽ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ആ പെണ്ണ് അനുഭവിക്കുന്ന വേദന ചിന്തിച്ചുകൊണ്ട് ആ പെണ്ണിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത നേതാവെന്ന നിലയിൽ എന്റെ കണ്ണ് നിറഞ്ഞുപോയി അലിയേ. എന്റെ കരള് പിടച്ചുപോയി അലിയേ. സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർന്നില്ല അലിയേ, തൊട്ടപ്പുറം വേറെ ഒരു വിഭാഗം പെൺകൊടിമാര് ആ നരകത്തിൽ ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്നത് ഞാൻ കണ്ടുപോയി അലിയേ. അവരാരാണ് നബിയേ? കേൾക്കാൻ എനിക്ക് ആവതില്ല നബിയേ. എന്റെ ഹൃദയം വിറയ്ക്കുന്നു നബിയേ. എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നു നബിയേ. എങ്കിലും തങ്ങൾ പറഞ്ഞു തരണം, അവരാരാണ് ഹബീബേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഓ ഹരിയേ, തഅകുലു ജസദഹാ വന്നാറു തൂഖദു മിൻ തഹ്തിഹാ. ഒരു വിഭാഗം പെൺകൊടിമാര് അവരവരുടെ ശരീരത്തിലെ സ്വന്തം മാംസം ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് അലിയേ. നരകത്തിലെ തീ കൊണ്ട്, നരകത്തിലെ ചൂട് കൊണ്ട് ഉരുകിയൊലിക്കുന്ന ആ ഉരുകിയൊലിക്കുന്ന മാംസങ്ങൾ ആ പെണ്ണുങ്ങൾ സ്വന്തമായി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണുങ്ങളുടെ അടിഭാഗത്തുകൂടെ അല്ലാഹുവിന്റെ അഗ്നിപരീക്ഷണമായ നരകത്തിന്റെ ഭീകരമായ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അലിയേ. എനിക്ക് താങ്ങാനാവില്ല അലിയേ. അതും തീർന്നില്ല, തൊട്ടപ്പുറത്ത് വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെ ഞാൻ കണ്ടു അലിയേ. റഅസുഹാ കറഅസിൽ ഖിൻസീർ വബദനുഹാ കബദനിൽ ഹിമാർ. ആ പെണ്ണിന്റെ തലയുണ്ടല്ലോ അലിയേ, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട പന്നിയുടെ തലയാണ് അലിയേ. ആ പെണ്ണിന്റെ തല ഒറിജിനൽ പന്നിയുടെ തലയാണ്. ആ പെണ്ണിന്റെ ബോഡിയോ, ആ ബോഡി ഒറിജിനൽ കഴുതയുടെ ബോഡിയാണ് അലിയേ. ഇതാരെപ്പറ്റിയാണ് പറയുന്നത്? എന്റെ ഉമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, എന്റെ സഹോദരിമാരെ, ഈ സമുദായത്തിലെ പെൺകൊടിമാർക്ക് നരകത്തിൽ വരാൻ പോകുന്ന ഭീകരമായ ദുരന്തം ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ താലിബ് തങ്ങൾക്ക് വിശദീകരിച്ചു
സ്വീകരിച്ചു കൊടുക്കുകയാണ്. പോരാ അലിയേ, വേറെ ഒരു വിഭാഗത്തെ ഞാൻ അവിടെ കണ്ടു അലിയേ. ഇംറഅത്തുൻ അലാ സൂറത്തിൽ കൽബി യദ്ഖുലുൽ അഖാരിബു വൽ ഹയ്യാതു മിൻ ഖുബലിഹാ ഔ മിൻ ഫീഹാ വതഖ്റുജു മിൻ ദുബരിഹാ വൽ മലായികതു യദ്രിബൂന അലാ റഅസിഹാ ബിമഖാമിഇൻ മിനൻ നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വേറെ ഒരു വിഭാഗം പെണ്ണിനെ ഞാൻ അവിടെ കണ്ടു വലിയേ. വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെ ആ അഗ്നിയിലിട്ട് അല്ലാഹു ശിക്ഷിക്കുന്നത് ഞാൻ കണ്ടു വലിയേ. അവരുടെ രൂപം എന്താണ്? ഒറിജിനൽ പട്ടിയുടെ രൂപമാണ്, ഒറിജിനൽ നായയുടെ രൂപമാണ്. ആ രൂപമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ പെങ്ങളെ? ആ രൂപമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉമ്മമാരെ? നാളെ മരിച്ചു മഹ്ശറയിൽ ചെന്ന് ഖബറിൽ ചെല്ലുമ്പോ നാളെ മരിച്ച് ഖബറും കഴിഞ്ഞ് മഹ്ശറയും കഴിഞ്ഞ് നരകത്തിലെത്തിയാൽ ആ നരകത്തിലൊരു പട്ടിയായി നടക്കാൻ ഒരു പെൺകൊടി ആഗ്രഹിക്കുമോ? എന്നാൽ ഞാനും നിങ്ങളും ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നരകത്തിലെ ഒരു വിഭാഗം പെൺകൊടിമാർ ഒറിജിനൽ നായ്ക്കളായി പട്ടികളായി വരുമെന്ന് പഠിപ്പിച്ചത് നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പോരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യദ്ഖുലുൽ അഖാരിബു വൽ അഹയ്യാതു മിൻ ഖുബലിഹാ ഔ മിൻ ഫീഹാ വതഖ്റുജു മിൻ ദുബരിഹാ. അള്ളാന്റെ റസൂല് പറയുകയാണ്, വലിയ വലിയ വിഷസർപ്പങ്ങള്, വലിയ വലിയ തേളുകള് ആ പെണ്ണിന്റെ വായിലൂടെ കടക്കുകയാണ്. ആ പെണ്ണിന്റെ വായിലൂടെ കടക്കുകയാണ്. ആ പെണ്ണിന്റെ വയറിലുള്ളത് മുഴുവനും, ഉള്ളിലുള്ളത് മുഴുവനും ആ പാമ്പ് കടിച്ചു തിന്നുകയാണ്, ആ തേള് കടിച്ചു തിന്നുകയാണ്. അവസാനം വതഖ്റുജു മിൻ ദുബരിഹാ, ആ പെണ്ണിന്റെ പിൻദ്വാരത്തിലൂടെ, മലദ്വാരത്തിലൂടെ ആ പാമ്പ് പുറത്തേക്ക് പോവുകയാണ്. തീർന്നില്ല, വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൽ മലായികതു യദ്രിബൂന അലാ റഅസിഹാ, മലക്കുകളാണെങ്കിലോ ആ പെണ്ണിന്റെ പിൻഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ തലയിൽ ഇങ്ങനെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. അലിയേ, എന്തൊരു ദുരന്തമാണ് അലിയേ, എന്തൊരു ശിക്ഷയാണ് അലിയേ, എന്തൊരു അദാബാണ് അലിയേ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഈ 10 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു തീരുമ്പോഴേക്ക് ഫഖാമത്ത് ഫാത്തിമ ബീബി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ ചാടി എഴുന്നേറ്റ് പോയി. വഖാലത്ത് യാ റസൂലല്ലാഹ്, അവിടെ നിന്നുകൊണ്ട് ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യാ ബീ വഖിത്അതു കബ്ദി വമൽജഉ മഹബ്ബതി, എന്റെ സ്നേഹത്തിന്റെ നിറകുടമായ പിതാവേ, ഞാൻ എന്ത് ദുരന്തമാണ് ഈ കേട്ടത്, എന്ത് വലിയ അദാബാണ് ഈ കേട്ടത്, എത്ര വലിയ ശിക്ഷയാണ് പിതാവേ ഞാൻ ഈ കേട്ടത്. അഖ്ബിർനി മാ കാനത് അഅമാലു ഹാദിഹിൻ നിസാ. ഫാത്തിമ ബീബി നബി തങ്ങളോട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട പിതാവേ, ഈ പെൺകൊടിമാര് ചെയ്തു പോയ പാതകങ്ങൾ എന്താണെന്ന് തങ്ങൾ എനിക്ക് പറഞ്ഞു തരണം നബിയേ, തങ്ങൾ എനിക്ക് വിവരിച്ചു തരണം നബിയേ. നാളെ സ്വർഗ സ്ത്രീകളുടെ രാജ്ഞിയായി സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യമായി കാലെടുത്ത് വെക്കേണ്ട പെൺകൊടി ഞാനാണ്. സയ്യിദത്തുൻ നിസാ ആയി സ്വർഗത്തിൽ വരേണ്ട പെണ്ണാണ് ഞാൻ. എന്റെ പിൻഗാമികളായ പെൺകൊടിമാരനുഭവിക്കുന്ന തീഷ്ണമായ ഈ അദാബുകൾ ഓർക്കാൻ എനിക്ക് കഴിയില്ല നബിയേ. അവര് ചെയ്തു പോയ തെറ്റെന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം റസൂലേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഫഖാല അലൈഹിസ്സലാത്തു വസ്സലാം,
അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യാ ഫാത്തിമ അമ്മൽ മുഅല്ലഖതും ബിശഅരിഹാ, ഓ ഫാത്തിമ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുടി മേൽഭാഗത്ത് കെട്ടിയിട്ട ഒരു വിഭാഗം, പഴക്കുല പോലെ അവരിങ്ങനെ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവരുടെ മൂർധാവിൽ നിന്നും അതാ തലച്ചോറ് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്, തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരാരാണെന്നറിയോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ തഖ്തുമു ശഅറഹാ മിനർ റിജാൽ. ഫാത്തിമ, അന്യപുരുഷന്മാരുടെ മുന്നിൽ മുടി വെളിവാക്കി നടക്കുന്ന പെണ്ണുണ്ടല്ലോ ഫാത്തിമ, അന്യൊരു പുരുഷന്റെ മുമ്പിൽ തന്റെ മുടിയുടെ ഒരല്പമെങ്കിലും കാട്ടി നടക്കുന്ന പെണ്ണ്, പ്രദർശിപ്പിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ മുടിയിൽ നാളെ അവളെ നരകത്തിൽ തൂക്കിയിടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ ഈ ഭീകരമായ അദാബിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ അദാബ് ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കുമോ പെങ്ങളെ? ഈ അദാബ് ഏറ്റുവാങ്ങാൻ നമുക്ക് ആവതുണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി? അതുകൊണ്ട് നീ ആലോചിക്കേണ്ടത്, നീ സ്കൂളിലേക്ക് പോകുമ്പോ, നീ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോ, നീ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോ, അവിടെ നിന്ന് മടങ്ങി വരുമ്പോ, നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ, നീ കടന്നു ചെല്ലുന്ന മേഖലകളിൽ അല്ലാഹുവിന്റെ റസൂൽ നിന്നോട് മുന്നറിയിപ്പ് നൽകിയ, നിന്റെ മുടിയുടെ ഒരു നാര് പോലും മറ്റൊരു പുരുഷൻ കാണാനുള്ള അവസരം ഒരുക്കരുതേ എന്ന് നിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ട് ആ നേതാവിന്റെ വചനങ്ങളെ നീ വലിച്ചെറിഞ്ഞുവെങ്കില്, ആ നേതാവിന്റെ വാക്കുകളെ നീ തിരസ്കരിച്ചുവെങ്കില്, ആ നേതാവിന്റെ ചര്യയെ പാടെ നീ അവഗണിച്ചുവെങ്കില്, നാളെ നരകത്തിൽ നിന്റെ മുടിക്കുത്തിരിങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ സബാനിയാക്കള മലക്കുകള് അതാ നിന്റെ അടിവാരത്ത് അഗ്നി ഇങ്ങനെ കത്തിക്കുമ്പോ നിന്റെ തലച്ചോറ് മറിഞ്ഞുകൊണ്ടിരിക്കും പെങ്ങളെ. അന്ന് നീ ഏത് ചെറുപ്പക്കാരനെ പ്രീതിപ്പെടുത്താനാണോ നിന്റെ മുടി പ്രദർശിപ്പിച്ചത്? ഏത് ചെറുപ്പക്കാരനെ തൃപ്തിപ്പെടുത്താനാണോ നിന്റെ മുടി നീ തുറന്നിട്ടത്? അവൻ നിന്റെ മഹിഷറയിൽ, നിന്റെ നരകത്തിൽ നിനക്ക് കൂട്ടുണ്ടാവില്ല പെണ്ണെ. അതുകൊണ്ട് നീ ആലോചിക്കണം, നീ ചിന്തിക്കണം, നീ ആലോചനയുടെ ചെപ്പ് തുറക്കണം. ആ ഭീകരമായ നരകത്തെ കുറിച്ച് നീ ചിന്തിക്കണം. നിന്റെ ജീവിതം നീ ചിട്ടപ്പെടുത്തണം. നിന്റെ തല നീ മറക്കണേ. അന്യപുരുഷന്റെ മുമ്പിൽ നിന്റെ തല നീ വെളിവാക്കരുത്. നിന്റെ ഒരു മുടിയുടെ നാര് പോലും നീ വെളിവാക്കരുത്. ഇത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ.